ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPLന്റെ ഈ സീസണിൽ മോശം ഫോമിലുള്ള രണ്ട് വിദേശ താരങ്ങളെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ്. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെലും ഇംഗ്ലീഷ് താരം ലിയാം ലിവിങ്സ്റ്റണെയുമാണ് സെവാഗ് രൂക്ഷമായി വിമർശിച്ചത്. ഈ സീസണിൽ ഈ രണ്ട് താരങ്ങൾക്കും അവരവരുടെ ടീമുകൾക്കായി മികച്ച സംഭാവന നൽകാനായിട്ടില്ലെന്നും ടീമിനെ വിജയിപ്പിക്കണമെന്ന ആഗ്രഹമില്ലെന്നും സെവാഗ് കുറ്റപ്പെടുത്തി. RCB താരം ലിവിങ്സ്റ്റന്റെ മോശം ഫോമിനെതിരെ മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്രയും നേരത്തെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇതാ സെവാഗും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഓസീസ് സൂപ്പർ ബാറ്റർ ഗ്ലെൻ മാക്സ്വെൽ പഞ്ചാബ് കിങ്സിനായി ഈ സീസണിൽ ഇതുവരെ 6 മത്സരങ്ങളിൽ നിന്നും 41 റൺസ് മാത്രമാണ് നേടിയത്. 8.20 അദ്ദേഹത്തിന്റെ ശരാശരി. RCBയുടെ ലിവിങ്സ്റ്റന്റെ കാര്യവും സമാനം തന്നെ. വമ്പനടികൾക്ക് പേരുകേട്ട താരത്തിന്റെ നിഴൽ മാത്രമാണ് ഈ IPLൽ കാണാനിടയായത്. 7 മത്സരങ്ങളിൽ നിന്ന് 87 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 17.40 അദ്ദേഹത്തിന്റെ ശരാശരി. ഇത്തവണ 8.75 കോടി രൂപയ്ക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരത്തെ സ്വന്തമാക്കിയത്. മാക്സ്വെലിന്റെയും ലിവിങ്സ്റ്റണിന്റെയും വിജയദാഹമൊന്നും ഇന്ന് കാണാനില്ല. ഇരുവരും അവധി ആഘോഷിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അവർ വരുന്നു, ആസ്വദിക്കുന്നു, പോകുന്നു. ടീമിനു വേണ്ടി പോരാടാനുള്ള ഒരു ആഗ്രഹവും അവർക്കില്ല എന്ന് സെവാഗ് ഒരു അഭിമുഖത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ട് പറയുകയുണ്ടായി. വിദേശ താരങ്ങൾക്കായി ഫ്രാഞ്ചൈസികൾ കോടികൾ മുടക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകളും വലുതാകും. ഇത്തരം താരങ്ങൾ പ്രതീക്ഷക്കൊത്ത പ്രകടനം പുറത്തെടുത്തില്ല എങ്കിൽ കാര്യങ്ങൾ പ്രതികൂലമാകുമെന്നും സെവാഗ് മുന്നറിയിപ്പ് നൽകി. ലിയാം ലിവിങ്സ്റ്റണിന്റെ തുടർച്ചയായിട്ടുള്ള മോശം ഫോമിനെ തുടർന്ന് പഞ്ചാബ് കിങ്സുമായി നടന്ന അവസാന മത്സരത്തിൽ അദ്ദേഹത്തിനെ പുറത്തിരുത്തി പകരം വെസ്റ്റ് ഇൻഡീസ് താരം റൊമാരിയോ ഷെപ്പേർഡിനെയാണ് RCB മത്സരത്തിനിറക്കിയത്.